നിങ്ങളുടെ കുട്ടിക്ക് നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ കാർഡ് വഴി പറഞ്ഞിരിക്കുന്ന എല്ലാ വാക്സിനും കൃത്യമായിട്ട് കൊടുക്കാറുണ്ടോ? അതിൽ പ്രത്യേകിച്ച് പോളിയോ വാക്സിൻ ജനിച്ച ഉടനെയും 6 മാസത്തിലും 10 മാസത്തിലും ഇതെല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടോ? പക്ഷെ നിങ്ങൾ ഈയിടെയായിട്ട് നിങ്ങളുടെ ടിവിയിലും അതുപോലെ ന്യൂസിലും ഒക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, അതുപോലെ ഹെൽത്ത് വർക്കേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും, ജൂൺ 28-ന് വീണ്ടും പൾസ് പോളിയോ നാഷണൽ വൈസ് ക്യാമ്പ് നടക്കുന്നുണ്ട്. അപ്പൊ കുട്ടികൾക്ക് തീർച്ചയായിട്ടും കൊടുക്കണമെന്നല്ലേ? അപ്പൊ ഇത് ശരിക്കും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ട കാര്യമുണ്ടോ? നമ്മുടെ രാജ്യത്ത് റീസെന്റ് ആയിട്ട് എപ്പോഴെങ്കിലും പോളിയോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? നമുക്ക് ഈ വീഡിയോയിൽ അതിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. വീഡിയോ മുഴുവനായി കാണുക. ഇന്ത്യ എന്നൊരു രാജ്യത്ത് പോളിയോ പോലെയുള്ള ഒരു മാരകമായിട്ടുള്ള ഒരു രോഗം മാതാപിതാക്കളുടെ എല്ലാവരുടെയും വളരെയധികം പേടി സ്വപ്നമായിരുന്നു. കാരണം ചില കുട്ടികൾക്ക് കാലിന് സ്വാധീനമില്ലാതായി പോവുക, കൈകൾക്ക് സ്വാധീനമില്ലാതായി പോവുക, അതുപോലെ തന്നെ പല കുട്ടികളും വീൽ ചെയറിലാവുക, ചിലർ കിടപ്പിലായി പോവുക, മറ്റു പല പ്രശ്നങ്ങൾ അവർക്കുണ്ടാവുക, അവരുടെ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന തരത്തിലുള്ള വളരെ ഭീകരമായിട്ടുള്ള ഒരു രോഗമാണ് പോളിയോ എന്ന് പറയുന്നത്. ഇതൊരു വൈറൽ രോഗമാണ്. അപ്പൊ ഇന്ത്യ എന്നൊരു രാജ്യത്ത് ഒരു സമയത്ത് മാതാപിതാക്കൾ ഏറെ ഭയന്നിരുന്ന ഒരു രോഗമാണിത്. കാരണം അന്ന് ഇതിന് പ്രത്യേകിച്ച് മരുന്നുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യാനും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ രാജ്യത്ത് പോളിയോ എപ്പോഴെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ വളരെ റീസെന്റ് ആയിട്ടുള്ള സമയങ്ങളിൽ? എന്നാൽ ഇല്ല. 2011 ശേഷം നമ്മുടെ ഇന്ത്യയിൽ ഒരിക്കൽ പോലും പോളിയോ എന്ന് പറയുന്ന ഒരു രോഗം ഒരു കുട്ടിക്കും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ നമ്മുടെ ഹെൽത്ത് കാർഡ് വഴി എല്ലാ കുട്ടികൾക്കും, അല്ലെ, ജനിച്ച കുട്ടികൾ മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇമ്മ്യൂണൈസേഷൻ കാർഡിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കൃത്യമായിട്ട് പൾസ് പോളിയോ ഇഞ്ചക്ഷൻ ആയിട്ടും അതുപോലെ തന്നെ ഡ്രോപ്പ് ആയിട്ടും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്, അല്ലെ, പോളിയോ വാക്സിൻ. അത് മാത്രമല്ലാതെ ഇതുപോലെ ക്യാമ്പുകൾ വരുമ്പോൾ ഒരു ദിവസം പറയും, നമ്മുടെ ഇന്ത്യ ഒട്ടാകെ ഒരേ ദിവസം എല്ലാ കുട്ടികൾക്കും പൾസ് പോളിയോ കൊടുക്കുന്നതായിട്ടും. അപ്പോൾ ആ സമയങ്ങളിലും എല്ലാം നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ ഒരു പൾസ് പോളിയോ കൊടുക്കാറുമുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഈ 2011 ശേഷം ഈ ഒരു രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. പക്ഷെ സ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ കുട്ടികൾക്ക് വീണ്ടും വീണ്ടും ഈ ഒരു വാക്സിൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റിപ്പീറ്റഡ്ലി ഈ ഒരു വാക്സിൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ എന്റെ ഉത്തരം യെസ് എന്നാണ്. നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് പോളിയോ വാക്സിൻ കൊടുക്കേണ്ടത് നിർബന്ധമാണ്. അവർ ജനിച്ച സമയം മുതൽ എപ്പോഴൊക്കെ അവരുടെ ഹെൽത്ത് കാർഡിൽ പറഞ്ഞിട്ടുണ്ടോ ആ ഒരു സമയത്തെല്ലാം നമ്മൾ പൾസ് പോളിയോ ആയിട്ടോ അല്ലെങ്കിൽ അവർക്ക് വാക്സിനേഷൻ ആയിട്ടോ ഈ ഒരു പോളിയോ വാക്സിൻ കൊടുക്കേണ്ടതാണ്. കാരണം നമ്മുടെ രാജ്യത്ത് 2011 ശേഷം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ പോലും നമ്മുടെ അയൽ രാജ്യങ്ങളിൽ ഈ ഒരു പോളിയോ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ, അതുപോലെ പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളിൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ വളരെ അടുത്തുള്ള രാജ്യങ്ങളായതുകൊണ്ടിട്ട് നമ്മുടെ രാജ്യത്തിൽ പോലും ഇത് പകർന്നു വരാൻ, ഇതൊരു വൈറൽ രോഗമാണല്ലോ, പകർന്നു വരാനുള്ള ചാൻസസ് ഏറെയാണ്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മൾ എല്ലാ കുട്ടികൾക്കും ഈ ഒരു പോളിയോ വാക്സിൻ കൊടുക്കണം എന്നുള്ളൊരു നിർബന്ധം പറയുന്നത്. അപ്പോഴും നിങ്ങൾക്ക് മറ്റൊരു ഡൗട്ട് ഉണ്ടാവും, അല്ലെ? നിങ്ങളുടെ കുഞ്ഞിന് ചിലപ്പോൾ വളരെ റീസെന്റ് ആയിട്ടായിരിക്കും നിങ്ങളുടെ കാർഡ് വഴി പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു പോളിയോ ഇഞ്ചക്ഷൻ നിങ്ങൾ കൊടുത്തത് അല്ലെങ്കിൽ വാക്സിനേഷൻ നിങ്ങൾ എടുത്തത്. ചിലപ്പോൾ കഴിഞ്ഞ ആഴ്ചയായിരിക്കാം, അല്ലെങ്കിൽ ഈ ആഴ്ചയായിരിക്കാം. എങ്കിൽ വീണ്ടും ഈ പറഞ്ഞതുപോലെ ഈ പറയുന്ന ഒരു ജൂൺ 28-ന് നിങ്ങളുടെ കുഞ്ഞിന് ഈ ഒരു പോളിയോ വാക്സിൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അത് ഓവർ ഡോസ് ആയി പോകുമോ? അങ്ങനെയൊക്കെയുള്ള പല പല ചിന്തകൾ നിങ്ങൾക്ക് ഉണ്ടാവും. എന്നാൽ അതിനും എന്റെ ഉത്തരം യെസ് എന്ന് തന്നെയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും കൊടുക്കണം. കാരണം നിങ്ങളുടെ കാർഡ് വഴി കൊടുക്കുന്നത് എല്ലാ കുട്ടികൾക്കും ഒരുപോലെ കിട്ടേണ്ടതും അവരുടെ പ്രായത്തിനനുസരിച്ച് നമ്മൾ കൊടുക്കേണ്ട വാക്സിനേഷനുമാണ്. എന്നാൽ ഈ ഒരു ദിവസം നമ്മുടെ ഇന്ത്യയിൽ മൊത്തം ഒരു ദിവസം പറയുന്നതിൽ, അത് പല ക്യാമ്പയിനായിട്ട് വർഷത്തിൽ നടത്താറുണ്ട്, ആ പറയുന്ന ദിവസം എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ഇത് കൊടുക്കുന്നത് വഴി ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റി കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യുകയും ഇവർക്ക് ആർക്കും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പകരാത്ത വിധം അത്രത്തോളം ഇവർക്ക് ഇമ്മ്യൂണൈസേഷൻ അവർക്ക് കിട്ടുകയും ചെയ്യുകയാണ്. അപ്പോ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഒരു ടൈമിൽ നമ്മുടെ മാതാപിതാക്കൾ വളരെ കൃത്യമായിട്ട് ഈ ഒരു വാക്സിനേഷൻ ഒക്കെ നമുക്ക് തന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ പോളിയോ രോഗത്തിനെ പറ്റി നമ്മുടെ കുട്ടികൾ പുസ്തകത്തിൽ മാത്രം പഠിക്കുന്നത്, നമ്മുടെ രാജ്യത്ത് ഇത് റിപ്പോർട്ട് ചെയ്യാത്തത്. എന്നാൽ ഇനി ഒരിക്കലും ഒരു കുട്ടിയും വീൽ ചെയറിൽ ആവരുത് എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടിട്ട് നമ്മളും കൃത്യമായിട്ട് ഈ പറഞ്ഞ ദിവസം
എപ്പോഴാണോ നമ്മുടെ കുട്ടിക്ക് വാക്സിനേഷൻ എടുക്കേണ്ടത് ആ സമയത്ത് കൃത്യമായിട്ട് എടുക്കുകയും അതുപോലെ തന്നെ നാഷണൽ വൈസ് ക്യാമ്പയിൻസ് നടക്കുമ്പോൾ പോളിയോ വാക്സിൻ പൾസ് പോളിയോ ആയിട്ട് 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്നു എന്നും ഉറപ്പുവരുത്തേണ്ടതുമാണ്.